രാത്രിയുടെ ഭയാനകമായ നിശബ്ദത. സമയം വെളുപ്പിന് 2 മണി കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. പെട്ടെന്നാണ് ആ വീട്ടിലെ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് ഒരു പിഞ്ചു കുഞ്ഞിന്റെ അലറിക്കരച്ചിൽ കേട്ടത്. പാതിരാത്രിയിൽ ഉറക്കമെണീറ്റ ആ കൊച്ചുകുട്ടി മുറിയിലെ കർട്ടന് പിന്നിൽ ഒരു മനുഷ്യന്റെ കാലുകൾ കണ്ട് അലറി വിളിക്കുകയായിരുന്നു. ആ കർട്ടന് പിന്നിൽ ഒളിച്ചു നിന്നത് ആരായിരുന്നു? അതൊരു കള്ളനായിരുന്നില്ല. അവരെ അപായപ്പെടുത്താൻ വന്ന ഒരു കൊലപാതകിയുമായിരുന്നില്ല. മറിച്ച് അതിലും ഭയാനകമായ, ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു വലിയ യാഥാർത്ഥ്യമായിരുന്നു ആ വീടിനെ കാത്തിരുന്നത്. വിശ്വാസമാണ് ഏതൊരു കുടുംബത്തിൻ്റെയും അടിസ്ഥാനം. പരസ്പരമുള്ള വിശ്വാസത്തിൽ കെട്ടിപ്പടുത്തതാണ് ഓരോ ദാമ്പത്യവും. എന്നാൽ സംശയമെന്ന വിഷം ഒരു മനുഷ്യന്റെ മനസ്സിൽ കയറിയാൽ എന്താണ് സംഭവിക്കുക? അതൊരു കൊടുങ്കാറ്റായി മാറി ആ കുടുംബത്തെയാകെ വേരോടെ പിഴുതെറിയും. ഈ കഥ നടക്കുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണ ഒരു കുടുംബത്തിലാണ്. നമുക്കവനെ രാജീവെന്നും അവളെ അശ്വതി എന്നും വിളിക്കാം. രാജീവ് സ്ഥിരമായി ദൂരയാത്രകൾ ചെയ്യുന്ന ഒരു വാഹന ഡ്രൈവറാണ്. ദിവസങ്ങളോളം നീളുന്ന യാത്രകൾ, ഉറക്കമൊഴിഞ്ഞുള്ള ഡ്രൈവിംഗ്. അവനു വേണ്ടി കാത്തിരിക്കാൻ വീട്ടിൽ സ്നേഹമയ്യായ അവൻ്റെ ഭാര്യ അശ്വതിയുമുണ്ട്. ഒപ്പം അവരുടെ ജീവന്റെ ജീവനായ കൊച്ചുമകനും അശ്വതിയുടെ പ്രായമായ അച്ഛനും. രാജീവില്ലാത്ത ദിവസങ്ങളിൽ വീട്ടിലെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് നോക്കി നടത്തുന്നത് അയാളുടെ ഭാര്യയാണ്. രാവിലെ എഴുന്നേറ്റ് കുഞ്ഞിനെ ഒരുക്കുക, പ്രായമായ അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കുക, വീട്ടുജോലികൾ തീർക്കുക. ഒരു പരാതിയുമില്ലാതെ അവൾ ആ വീടിനെ സ്വർഗമാക്കി മാറ്റി. എന്നാൽ രാജീവിൻ്റെ ഉള്ളിൽ സംശയത്തിൻ്റെ വലിയൊരു കരിനിഴൽ വളരുകയായിരുന്നു. വണ്ടി ഓടിക്കുന്നതിനിടയിൽ, രാത്രികളിലെ വിശ്രമ സമയങ്ങളിൽ അവൻ്റെ ചിന്തകൾ വഴിമാറി സഞ്ചരിച്ചു. ഞാൻ ഇത്രയും ദിവസം വീട്ടിലില്ലാതിരിക്കുമ്പോൾ അവൾ എന്ത് ചെയ്യുകയായിരിക്കും? എന്നെ അവൾ മറക്കുമോ? ചില ദിവസങ്ങളിൽ അവൻ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ അവളുടെ ഫോൺ ബിസിയായിരിക്കും. അവൾ ആരോടാണ് ഇത്ര നേരം രഹസ്യമായി ഫോണിൽ സംസാരിക്കുന്നത്? രാജീവിൻ്റെ ഉള്ളിലെ സംശയം ഒരു കാട്ടുതീ പോലെ പടരുകയായിരുന്നു. ഒരു ദിവസം അവൻ വീട്ടിൽ വന്നപ്പോൾ കണ്ട ഒരു കാഴ്ച ആ സംശയത്തെ ഒന്നുകൂടി ഉറപ്പിച്ചു. എന്തിനാണ് അവൾ മറ്റൊരു യുവാവിൻ്റെ കൂടെ പുറത്തുപോയത്? അന്ന് രാജീവിൻ്റെ കണ്ണുകളിൽ ഇരുട്ട് കയറി. തൻ്റെ ഭാര്യ തന്നെ വഞ്ചിക്കുകയാണെന്ന് അവൻ ഉറപ്പിച്ചു. എന്നാൽ സത്യമെന്തായിരുന്നു? അന്ന് അവളുടെ അച്ഛന് പെട്ടെന്ന് സുഖമില്ലാതെ വന്നപ്പോൾ സ്വന്തം അച്ഛൻ പറഞ്ഞിട്ടാണ് അവൾ അയൽപ്പക്കത്തെ ഒരു പയ്യന്റെ കൂടെ ആശുപത്രിയിലേക്ക് പോയതെന്ന സത്യം പോലും ആ ഭർത്താവിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. സംശയം അയാളുടെ കണ്ണുകളെ അന്ധമാക്കിയിരുന്നു. അവളോട് നേരിട്ട് ചോദിക്കാൻ രാജീവ് തയ്യാറായില്ല. പകരം ആ സംശയത്തെ മനസ്സിലിട്ട് അവൻ സ്വയം ഇരിയാൻ തുടങ്ങി. പിന്നീട് ആ വീട്ടിലെ സന്തോഷം പതിയെ ഇല്ലാതാവുകയായിരുന്നു. രാജീവ് വല്ലാതെ മിണ്ടാതായി. അവളുടെ സ്നേഹപ്രകടനങ്ങളെ അവൻ സംശയത്തോടെ നോക്കിക്കണ്ടു. രാത്രികളിൽ അവൾ ഉറങ്ങിക്കഴിയുമ്പോൾ അവൻ അവളുടെ ഫോൺ പരിശോധിച്ചു തുടങ്ങി. ഒടുവിൽ സത്യമെന്താണെന്ന് നേരിട്ട് കണ്ടുപിടിക്കണമെന്ന വാശിയിൽ അയാൾ ഒരു അപകടകരമായ പദ്ധതി തയ്യാറാക്കി. ഭയാനകമായൊരു നാടകം. അന്ന് രാവിലെ രാജീവ് പതിവിലും ശാന്തനായിരുന്നു. അവൻ തൻ്റെ ബാഗ് പാക്ക് ചെയ്തു. എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, എനിക്ക് കോഴിക്കോട്ടേക്ക് 3 ദിവസത്തെ യാത്രയുണ്ട് എന്ന് കള്ളം പറഞ്ഞ് അയാൾ വീട്ടിൽ നിന്നും ഇറങ്ങി. ഇത് കേട്ടപ്പോൾ അശ്വതിയുടെ മുഖത്ത് ഒരു സാധാരണ ഭാര്യയുടെ സങ്കടം മാത്രമാണ് ഉണ്ടായിരുന്നത്. അവൾ അവനുള്ള ഭക്ഷണവും യാത്രയ്ക്കുള്ള സാധനങ്ങളും എടുത്തുവെച്ചു. യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ രാജീവ് അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഇന്ന് രാത്രി നിന്നെ ഞാൻ കയ്യോടെ പിടിക്കും എന്നവൻ്റെ മനസ്സ് മന്ത്രിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അയാൾ എങ്ങോട്ടും പോയിരുന്നില്ല. വീടിന് കുറച്ചകലെയുള്ള ഒരു ഇരുട്ടിൽ അയാൾ കാത്തിരുന്നു. സമയം അർദ്ധരാത്രിയായി. ലോകം മുഴുവൻ ഉറക്കത്തിലേക്ക് വീണു. രാത്രിയുടെ ഇരുമറവിൽ സ്വന്തം വീട്ടിലേക്കൊരു ക്രിമിനലിനെ പോലെ അയാൾ തിരികെ കയറി. അടുക്കളയുടെ പുറകുവശത്തെ വാതിൽ അവൻ നേരത്തെ തന്നെ പൂട്ടാതെ വെച്ചിട്ടുണ്ടായിരുന്നു. ശബ്ദമുണ്ടാക്കാതെ ശ്വാസമടക്കി പിടിച്ച് അവൻ വീടിനുള്ളിലേക്ക് കടന്നു. ചുറ്റും കൂരിരുട്ട്. അശ്വതിയും കുഞ്ഞും കിടക്കുന്ന മുറിയിലേക്ക് അവൻ പതുക്കെ നടന്നു. ഭാര്യയെ കയ്യോടെ പിടിക്കാൻ സ്വന്തം വീട്ടിലെ കർട്ടന് പിന്നിൽ അയാൾ ശ്വാസമടക്കി ഒളിച്ചു നിന്നു. മിനിറ്റുകൾ മണിക്കൂറുകളായി മാറി. ആ മുറിയിൽ ആരും വന്നില്ല. ആരുടെയും ഫോൺ കോളുകൾ വന്നില്ല. അശ്വതി തൻ്റെ കുഞ്ഞിനെയും കെട്ടിപ്പിടിച്ച് വളരെ ശാന്തമായി ഉറങ്ങുകയാണ്. ഒരു നിമിഷം രാജീവിൻ്റെ മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങിയിരിക്കണം. എങ്കിലും അവൻ അവിടെ തന്നെ നിന്നു. പെട്ടെന്നാണ് ആ പദ്ധതി പാളിപ്പോയത്. രാജീവിൻ്റെ കാലുകളൊന്ന് അനങ്ങി. കർട്ടന് പിന്നിലെ ആ വലിയ രൂപം കണ്ട് അർദ്ധമയക്കത്തിൽ കണ്ണു തുറന്ന ആ കുഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. ആ ശബ്ദം കേട്ട് വീട്ടുകാർ ഓടിയെത്തി. അശ്വതി ഞെട്ടിയുണർന്നു ലൈറ്റിട്ടു. അടുത്ത മുറിയിൽ നിന്നും അവളുടെ അച്ഛൻ ഓടി വന്നു. എന്താ മോളെ, എന്താ അവൻ കരയുന്നത്? അച്ഛൻ ചോദിച്ചു. അശ്വതിക്കൊന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. കുഞ്ഞ് വിറച്ചുകൊണ്ട് കർട്ടനിലേക്ക് വിരൽ ചൂണ്ടി. അവിടെ ആരോ ഒളിച്ചു നിൽപ്പുണ്ട്.
ഒരു നിമിഷം എല്ലാവരും സ്തംഭിച്ചുപോയി. അശ്വതിയുടെ അച്ഛൻ ധൈര്യം സംഭരിച്ച് മുന്നോട്ട് വന്നു. വിറയ്ക്കുന്ന കൈകളോടെ അദ്ദേഹം ആ കർട്ടൻ ഒറ്റ വലിക്കങ്ങു മാറ്റിയപ്പോൾ കണ്ട കാഴ്ച എല്ലാവരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. അവിടെ കർട്ടനു പിന്നിൽ തലകുനിച്ച് സ്വന്തം ഭാര്യയെ നിരീക്ഷിക്കാൻ ഒളിച്ചു നിന്ന ഭർത്താവായിരുന്നു അത്. ആ മുറിയിൽ പിന്നീട് അനുഭവപ്പെട്ടത് മരണത്തേക്കാൾ വലിയ ഒരു നിശബ്ദതയായിരുന്നു. രാജീവിന് അവരുടെ മുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞില്ല. ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ആത്മാഭിമാനമാണ് അവിടെ ആ നിമിഷം ചോദ്യം ചെയ്യപ്പെട്ടത്. അശ്വതിയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. താൻ ജീവനു തുല്യം സ്നേഹിച്ച ഭർത്താവ് തന്നെ ഇങ്ങനെ സംശയിച്ചിരിക്കുന്നു. അവളുടെ ഹൃദയം നുറുങ്ങുന്ന വേദന അവിടെയുണ്ടായിരുന്നവർക്കെല്ലാം അനുഭവപ്പെട്ടിട്ടുണ്ടാകും. അശ്വതി പതുക്കെ രാജീവിന്റെ അടുത്തേക്ക് നടന്നു. അവളുടെ കണ്ണുകളിൽ സങ്കടത്തെക്കാൾ കൂടുതൽ തിളയ്ക്കുന്ന നിരാശയുമായിരുന്നു. വിറയ്ക്കുന്ന ചുണ്ടുകളോടെ എന്നാൽ വളരെ ഉറച്ച ശബ്ദത്തിൽ അവൾ അയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ഇനി ഒരിക്കൽ കൂടി എന്നെ സംശയിച്ചാൽ കുഞ്ഞിനെയും കൊണ്ട് ഈ വീടിറങ്ങും. ആ വാക്കുകൾ രാജീവിന്റെ ഹൃദയത്തിൽ ഒരു വെടിയുണ്ട പോലെയാണ് തറച്ചു കയറിയത്. താൻ ചെയ്ത അവിവേകം എത്ര വലുതാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, വിശ്വാസമെന്നത് ഒരു കണ്ണാടി പോലെയാണ്. ഒരിക്കൽ അതിൽ വിള്ളൽ വീണാൽ പിന്നീട് എത്ര ശ്രമിച്ചാലും പഴയതുപോലെയാക്കാൻ കഴിയില്ല. സംശയം സ്നേഹത്തെ മാത്രമല്ല ഇല്ലാതാക്കുന്നത്, അതൊരു വീടിനെ നരകമാക്കി മാറ്റും. പരസ്പരം വിശ്വസിക്കാത്ത ബന്ധങ്ങൾക്ക് അധികം ആയുസ്സുണ്ടാകില്ല. നമ്മൾ സ്നേഹിക്കുന്നവരെ പൂർണ്ണമായും വിശ്വസിക്കാൻ പഠിക്കുക. മനസ്സിൽ എന്തെങ്കിലും സംശയങ്ങളോ അകൽച്ചകളോ വന്നാൽ അത് തുറന്ന് സംസാരിക്കുക. കൂടുതൽ ആവേശകരമായ ഇത്തരം കഥകൾക്കും വീഡിയോകൾക്കുമായി ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നോവൽ പെട്ടി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.